കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു നെയ്റ്റ് റൊട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അധികം നമ്മുടെ വീഡിയോ നെയ്റ്റ് വരാറില്ല അല്ലേ, നെയ്റ്റ് വരാത്തതല്ല, എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്റ്റത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നമ്മളിതാ കുറച്ച് പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കറി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കറി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി കുറച്ച് മുരിങ്ങ വയ്ക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയത് പറഞ്ഞല്ലോ, അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല തൂമ്പ് മുരിങ്ങേൻ്റെ ഇല കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഊരിണ്ടായിരുന്നില്ല, ഉച്ച സമയത്തൊക്കെ ആയിരുന്നു. പിന്നെ ഊരാൻ മടിയായിക്കോട്ടെ ഞാനിങ്ങനെ തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് നനവൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടു. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എടുക്കാനായിട്ട്. ബാക്കി പിന്നെ നാളെ എടുക്കാൻ വിചാരിച്ചിട്ട് ബാക്കിയുള്ളത് അതേപോലെ വെള്ളം ഒന്ന് കുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കിയാൽ നമ്മൾ ഇതേപോലെ തുണിയിലൊക്കെ പൊതിഞ്ഞ് വെള്ളം നനച്ച് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്രാവാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങപ്പുളവും സ്രാവും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഈ മുരിങ്ങയും ഇതൊന്നും കഴിക്കാത്തവരും ഉണ്ടാവും, വെറും ചിക്കനും മീനൊക്കെ ആയിട്ട്. അവർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും കേട്ടോ. കാരണം നമ്മൾക്ക് ഈ മുരിങ്ങ കറി അതേപോലെ സ്രാവ് പൊരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിറയെ ചോറൊക്കെ കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്രാവ് മുറിച്ചുകൊണ്ട് പിന്നെ മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടാ, ഉച്ചത്തെ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേഗം ഉപ്പ് പോകും കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ അപ്പോഴേക്കും വേഗം വിശക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ മീനുണ്ടായിരുന്നു, അത് പൊരിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ മുരിങ്ങ ഊരാൻ നിന്നത്. അവർ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, പള്ളി പോണതിൻ്റെ മുമ്പേ ഞങ്ങൾ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തുകൊണ്ട് അന്ന് നേരത്തെ വിശന്നു കേട്ടോ. അല്ലെങ്കിൽ എത്ര പെട്ടെന്നൊന്നും കഴിക്കാറില്ല കേട്ടോ. ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ, 8:30 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കഴിക്കാറുള്ളൂ. ഇന്ന് പിന്നെ വേഗം വിശന്നുകൊണ്ട് അവർക്ക് ആ മീൻ പൊരിച്ചിട്ട് കൊടുത്തു. ഞങ്ങൾക്ക് ഇത് മുരിങ്ങ ഉപ്പ് വെള്ളമാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഊരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയൊക്കെ ഊരിയിട്ട് കഴുകുകയാണ്. അപ്പോൾ തൂമ്പ ഇലയിൽ അധികം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ കാറ്റൊക്കെയാണല്ലോ ഈ വെയിലും ഒക്കെ. അപ്പോൾ ഇങ്ങനെ പൊടി അടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് പിന്നെ ഞാനൊന്ന് 2 വട്ടം കഴുകാമെന്ന് വിചാരിച്ചിട്ട് കഴുകുകയാണ് കേട്ടോ. കഴുകിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഒരു വട്ടം നമ്മൾ കഴുകി വാരിയിട്ട് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പൂഴിയൊക്കെ ഉണ്ടെങ്കിൽ, മണ്ണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. പിന്നെ 2-ാം വട്ടം പിന്നെ അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇതാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനതങ്ങനെ കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചുട്ടാ. അങ്ങനെ 2 വട്ടം കഴുകി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്രാവ് ഉണ്ടല്ലോ, അത് കുറേ നേരം ആയാലോ വെള്ളത്തിലിരിക്കുന്നത്, അതിൻ്റെ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് അതും എടുത്തു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ മുരിങ്ങപ്പൂവെള്ളം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വലിയ പണിയൊന്നുമില്ല, പക്ഷെ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് മുമ്പ്, മുരിങ്ങപ്പൂവെള്ളം ഉണ്ടാക്കണതിൻ്റെ. ചിലവർക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു ഇതായിരിക്കും, പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ മുരിങ്ങപ്പൂവെള്ളം. നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലൊരു സംഭവമാണ്. വേറെ പൊടികളൊന്നും മസാലയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുന്ന അരിമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അരിമുളക് ഇതേപോലെ ഇങ്ങനെ കുഞ്ഞ് നമ്മുടെ ഇടിമുട്ടി ഉണ്ടല്ലോ, അതിലിങ്ങനെ ചതച്ചിട്ട് ഉള്ളിയും നമ്മളെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ഒപ്പം ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിഞ്ഞെടുത്തിട്ടും ഇത് ഉണ്ടാക്കുക, പക്ഷേ ഈ ചതച്ചെടുക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിതിൽ വേറെ പൊടികളൊന്നും ഇടുന്നില്ല, മസാലപ്പൊടികളോ ഒന്നും ഇടുന്നില്ല കേട്ടോ ഈ മുരിങ്ങയിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഇലക്കറി കഴിച്ചാൽ നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് കറി വേണമെന്നുള്ളവർക്കൊന്നും ഇങ്ങനത്തെ കറിയൊന്നും പറ്റില്ല. നമ്മൾ എല്ലാവരും തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഇരുന്ന പോലെ നമുക്ക് വായിക്ക് ചൊടിയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ കറി എന്തായാലും പറ്റൂട്ടാ. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ചതച്ചൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ സ്രാവ് നന്നായിട്ട് ഇവിടെ കഴുകിയിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം. ഉപ്പ് പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മുളകൊക്കെ തിരുമ്പി അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ മീൻ പൊരിച്ച ചട്ടി ഉണ്ടല്ലോ, അതിൽ തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിങ്ങനെ അടി പിടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ചട്ടി, കനല്ല അധികം. പിന്നെ എണ്ണ വേസ്റ്റാക്കി കളയണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ തന്നെ എടുത്തിട്ട് പൊരിച്ചിട്ടോ. ഒരുപാട് മുളകും തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റ് പെട്ടെന്നാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുരിങ്ങ ഉപ്പുവെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിളച്ച് വേവൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് 2 തിള തിളച്ചാൽ
നമുക്ക് ഈ ഒരു മുരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് നോക്കുക, ഇടുമ്പോൾ കറക്റ്റ് ഉപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ കാന്താരിയൊക്കെ ഇടുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് പച്ചമുളകിനേക്കാളും എരിവ് ഉപ്പൊക്കെ അതിൽ കറക്റ്റായിട്ട് വെക്കണം, എന്നാലാണ് ഇതിന് നല്ലൊരു ചൊടി ഉണ്ടാവുള്ളൂ കേട്ടോ. വെറുതെ ഇതുണ്ടാക്കിയിട്ട് ഇത് രസമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ചൊടിക്കുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നമ്മുടെ മീൻ കറിയൊക്കെ മാറി നിൽക്കണം, ചിക്കൻ കറിയും മീൻ കറിയൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിതേപോലെ നമ്മുടെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ തോന്നുന്നുണ്ട് അധികം ഇങ്ങനെ മുരിങ്ങപ്പൂ വെള്ളം, അതുപോലെ നമ്മളെ പുളിഞ്ചാറ്, സ്രാവ് വറുത്തത് അങ്ങനത്തെയൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങപ്പുള്ളായതുകൊണ്ട് ലാസ്റ്റ് നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ കേട്ടോ, അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ആകുമ്പോൾ നമ്മുടെ ഉപ്പുള്ളതാ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ ഇതാ സ്രാവ് ഒരു ഭാഗമായിട്ട് ഞാൻ മറിച്ചിട്ടുണ്ട് കേട്ടോ. അടി പിടിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞു, എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാവരുടെയും അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ടേബിളിൽ വെച്ചിട്ടാണല്ലോ മുരിങ്ങ ഒരുത്, അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ താഴെ ഇട്ട് എല്ലാവരുടെയും അടിച്ച് ഒരു വൃത്തിയാക്കിയിട്ടോ. അപ്പോൾ നമുക്ക് ഇത് രാത്രി തന്നെ ഇങ്ങനെ വൃത്തിയാക്കി വെക്കുകയെന്നുണ്ടെങ്കിലോ രാവിലെ നല്ലൊരു സമാധാനം കേട്ടോ കാണുമ്പോൾ. ഇതിന് അതേപോലെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ ഓരോന്നും ഒഴിച്ചൊഴിച്ച് വെച്ചപ്പോൾ കുറേ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ രാത്രി തന്നെ ഇങ്ങോട്ട് കഴുകി വെച്ചാൽ രാവിലെ പണിയില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം അതും കഴുകി വെച്ചു. ഇന്ന് സമാധാനത്തിന് ചോറൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു പറഞ്ഞാൽ കറക്റ്റായിരുന്നു കേട്ടോ ചോറ്, അല്ലെങ്കിൽ ചോറ് ബാക്കിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ അടിഭാഗമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ ഗ്യാസ് അടുപ്പും എല്ലാം വൃത്തിയായി തുടച്ചിട്ടു കേട്ടോ. ഇപ്പോൾ രാവിലെ നമുക്ക് അടുക്കളയ്ക്ക് വരുമ്പോൾ നല്ലൊരു സമാധാനവും ശാന്തി എന്നൊക്കെ പറയാം കേട്ടോ. രാത്രി ഇതേപോലെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ രാവിലത്തെ പണി എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.